ഹായ് ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ. ഇതുപോലത്തെ ഒരു നെക്ലേസ് സെറ്റ് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അതിനായിട്ട് ഇതുപോലത്തെ സ്റ്റോണുകൾ എടുത്തിട്ടുണ്ട്, പിന്നെ ഇതുപോലത്തെ നെറ്റ്, കൂടാതെ കുറച്ച് കട്ടി കുറഞ്ഞ പ്ലാസ്റ്റിക്കിൻ്റെ ഇതുപോലത്തെ ഷീറ്റ്. ഇനി നമുക്ക് വേണ്ടത് ഡ്രസ്സിലൊക്കെ വർക്ക് ചെയ്യുന്നവർ ഉപയോഗിക്കുന്ന ഫർദോസിയ എന്ന് പറഞ്ഞ സാധനമാണ്. ഇതാണ് ആ സംഗതി. അതിൻ്റെ ഗോൾഡ് കളറും സിൽവർ കളറും കിട്ടും. നമ്മളതിൻ്റെ ഗോൾഡ് കളറാണ് യൂസ് ചെയ്യുന്നത്. ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റിൽ ഈ സ്റ്റോണൊന്ന് ഇതുപോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഫർദോസിയേനെ ഇങ്ങോട്ട് എടുത്തിട്ട് ഈ സ്റ്റോണിന് ചുറ്റും ഇതുപോലെ ഗമ്മ് തേച്ച് ഒട്ടിച്ചു കൊടുക്കുക. നമ്മുടെ B7000 ഗമ്മാണ് ഞാനിവിടെ യൂസ് ചെയ്തത്. ഈ ഫർദോസിയ ഇങ്ങനെ പതുക്കെ ഒട്ടിക്കണം കേട്ടോ. അതൊന്ന് വലിഞ്ഞു പോയാൽ വെറും സ്പ്രിങ് പോലെ വലിഞ്ഞങ്ങ് പോരും, പിന്നെ ഒന്നിനും പറ്റില്ലേ. അപ്പോൾ സൂക്ഷിച്ച് ഇതുപോലെ ചുറ്റി ഗമ്മ് തേച്ച് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റത്തെ 3 എണ്ണത്തിൽ 3 ലെയറായിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഫർദോസിയ ഇതുപോലെ 3 ലെയറായിട്ട് ചുറ്റി കൊടുക്കുന്നുണ്ട്. പിന്നത്തെ ഒരു 4 എണ്ണത്തിൽ 2 ലെയർ മാത്രമേ ചുറ്റിയെടുക്കുന്നുള്ളൂ. ഇതുപോലെ അങ്ങനെ മൊത്തം 7 എണ്ണം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നെറ്റ് ഇതുപോലെ ഒന്ന് വിരിച്ചിട്ടിട്ട് ഈ ആദ്യം എടുത്ത 3 ലെയർ ഉള്ളതിൽ ഇതുപോലെ ഒന്ന് ഗമ്മ് വെച്ചിട്ട് അടിയിലും ഗമ്മ് വെച്ചിട്ട് നെറ്റിൽ ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഈ 3 ലെയർ ചുറ്റിയ 2 എണ്ണം ഇതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഫസ്റ്റത്തെ മാത്രം കുറച്ച് താത്തിയിട്ട് ബാക്കിയൊക്കെ ഒന്ന് പൊന്തിച്ച് ഇതുപോലെ ഇങ്ങനെ ഒരു നെക്കിൻ്റെ ഷേപ്പിൽ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഈ ഒരു നെക്ലേസ് മുഴുവനും ഒട്ടിച്ചെടുക്കുന്നത് ആ ഒരു നെറ്റിൽ മാത്രമാണ്, വേറെ ഒന്നും അതിൻ്റെ അടിഭാഗത്ത് യൂസ് ചെയ്യുന്നില്ലേ. ഇനി നമുക്ക് അതേ കളർ സ്റ്റോണ് ഇതുപോലെ ഇടവിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മുകൾ ഭാഗം വരെയും ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ആ ഒരു ലെയർ ചുറ്റിയതിൻ്റെ മുകളിൽ അപ്പുറവും ഇപ്പുറവും ഓരോ സ്റ്റോണും കൂടി ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത്രയും ഒട്ടിച്ചെടുത്താൽ നമ്മുടെ നെറ്റൊക്കെ ഒന്ന് കട്ട് ചെയ്ത് സൈഡൊക്കെ ഒന്ന് ലൈറ്ററിലൊന്ന് കാണിച്ച് ഇതുപോലെ ഒന്ന് വൃത്തിയായിട്ട് ഉരുക്കി കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ഐപ്പിന്നുകളാണ്. ഐപ്പിന്നൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് 2 സൈഡിലും ഇതുപോലെ ഒന്ന് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഗമ്മേച്ച് ഒട്ടിച്ച് കൊടുത്തിട്ട് ഇതുപോലൊരു കഷ്ണം ഷീറ്റൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ സൈഡിൽ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അത് പറഞ്ഞു പോരാതിരിക്കാൻ വേണ്ടിയിട്ട് 2 സൈഡിലും ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ നെക്ലേസിൻ്റെ പണി ഏകദേശം പൂർത്തിയായി. ഇനി നമുക്ക് വേണ്ടത് ചെയിനാണ്. ബാക്കിലേക്ക് കൊടുക്കാൻ വേണ്ടി ഇതുപോലത്തെ ചെയിനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ ജംറിങ്ങിൽ ഈ ചെയിൻ ഒന്ന് കണക്ട് ചെയ്ത് നമ്മുടെ ഐപ്പിന്നിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഐപ്പിന്നിലും കൂടെ ജോയിൻ ചെയ്ത് കൊടുത്ത് ഇതിൻ്റെ അറ്റത്തൊരു ഹുക്കും കൂടെ കൊടുത്താൽ നമ്മളെ നെക്ലേസിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ജ്വല്ലറി സെറ്റിലേക്ക് എന്ത് വേണം? ഒരു ഇയറിങ്സ് വേണം അല്ലേ. അതിനായിട്ട് ഇതുപോലത്തെ പ്ലാസ്റ്റിക് ഷീറ്റ് നേരത്തെ കാണിച്ചത് ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ഫർദോസിയ ഇതുപോലെ ചുറ്റി എടുത്തിട്ടുണ്ട്. 2 എണ്ണം അതുപോലെ ചുറ്റിയെടുത്തിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ സ്റ്റോണിന് ചുറ്റും ഇതുപോലെ 3 റൗണ്ട് ഒന്ന് ചുറ്റിയെടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റഡിൻ്റെയും തൂക്കിൻ്റെയും ഷേപ്പിൽ ആ ഷീറ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. പിന്നെ നമ്മുടെ ഐപ്പിന്നെ ഒന്ന് കുഞ്ഞതായിട്ട് കട്ട് ചെയ്ത് ബാക്ക് സ്റ്റഡിൽ ആ ഒരു ഷീറ്റും കൂടെ വെച്ചിട്ട് നമ്മുടെ സ്റ്റഡിൽ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് തൂക്കിലും കൂടി അതുപോലെ ഒരു ഐപ്പിന്ന് കൊടുത്തിട്ട് ആ തൂക്കിൻ്റെ ബാക്കിൽ ഇതുപോലെ ഒന്ന് ആ ഷീറ്റ് വെച്ച് കവർ ചെയ്ത് ഇതുപോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. നെക്ലേസ് സെറ്റിലേക്കുള്ള ഇയറിങ്സിൻ്റെ പണി ഏകദേശം പൂർത്തിയായിട്ടോ. നമ്മുടെ സ്റ്റഡിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഇതേപോലത്തെ കുഞ്ഞ് സ്റ്റോൺ, അതേ കളർ സ്റ്റോണ് ഒന്ന് സെൻറ്ററിൽ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി സ്റ്റഡും തൂക്കും കൂടി ഒന്ന് ജോയിൻ ചെയ്തും കൂടി എടുത്താൽ ഇയറിങ്സിൻ്റെ പണി കഴിഞ്ഞു. ഡ്രസ്സിന് മാച്ചായിട്ട് പെട്ടെന്ന് തന്നെ വീട്ടിലൊരു നെക്ലേസ് സെറ്റ് ഇതുപോലെ ഉണ്ടാക്കിയെടുത്തൂടെ? എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ്. ഫൈനൽ ലുക്ക് എങ്ങനെ? പൊളിയല്ലേ? ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോ ഈ 2 ഇയറിങ്സിൻ്റെ വീഡിയോസാണ്. വീഡിയോ കാണുന്നവരെ ബൈ ബൈ.